ക്രിസ്മസിന് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ വന്നിറങ്ങിയ ദൈവസ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നതാണ് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിലൂടെ ഒഴുകി വരുന്ന സ്നേഹത്തെക്കുറിച്ച് ഈശോ നമ്മളോട് പറയുന്ന 1-2 വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ഈശോ പറയും, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് നമ്മൾ ആനയിക്കപ്പെടുന്നതെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഈശോ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹം അവസാനം വരെ നമ്മളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന മഹാത്ഭുതത്തിൻ്റെ നിമിഷങ്ങളാണ് വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാവട്ടെ. വീണ്ടും കർത്താവ് പറയും, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 57-ാമത്തെ വാക്യത്തിൽ, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. കർത്താവ് ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവർക്ക് വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായി ഓരോ ക്രൈസ്തവനും പ്രശോഭിക്കുവാനായിട്ട് അവനിലേക്ക് ദൈവം ചൊരിയുന്ന ശക്തിയുടെ ഉറവിടമായിട്ട് വിശുദ്ധ കുർബാന നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയട്ടെ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്നത് എന്താ? നിങ്ങളുടെ മനസ്സിൽ പല ഉത്തരങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ വരുന്നുണ്ടാവും. നമ്മളൊക്കെയും മനുഷ്യജീവിതത്തെ ധന്യമാക്കുവാനായിട്ട് പലപ്പോഴും പണത്തിൻ്റെ പിന്നാലെ ചിലപ്പോൾ പോകാം, അല്ലെ മറ്റ് സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകാം. അങ്ങനെയുള്ള ഭൗതികതയുടെ പിന്നാലെ പോയി മനുഷ്യജീവിതത്തെ മനുഷ്യവൽക്കരിക്കാം, മധുരവൽക്കരിക്കാമെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാം. എന്നാൽ മനുഷ്യജീവിതത്തെ മധുരവൽക്കരിക്കുന്നത് സ്നേഹബന്ധങ്ങളാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നേഹമാണ് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കി അനുഭവവേദ്യമാക്കി തീർക്കുന്നത്. നമുക്ക് വേറെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, സ്നേഹമില്ലെങ്കിൽ, സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നിർഭാഗ്യരായി, നിരാശരായി ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നവരായിട്ട് തീരും. പക്ഷേ നമ്മളൊക്കെയും പലപ്പോഴും പുറകെ പോകുന്നത് മനുഷ്യ സ്നേഹത്തിൻ്റെ പിന്നാലെയാണ്. എന്താണ് ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യൻ്റെ സ്നേഹം അത് തീർന്നു പോകുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. എത്ര ആഴമേറിയ സ്നേഹമാണെങ്കിലും ശരി, ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ തീർന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ സ്നേഹം. അല്ലെങ്കിൽ ഇപ്പോൾ ഡിമെൻഷ്യ പോലെയുള്ള ഒരസുഖം നമ്മൾ ബാധിച്ചു കഴിഞ്ഞാൽ പങ്കാളിയുടെ പേര് പോലും ഓർക്കാൻ കഴിയാത്തവണ്ണം നമ്മൾ ആയി മാറും. അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴി ഒരു വാഹനം വന്നിടിച്ചാൽ ജീവിതം അവസാനിക്കുന്നതോടുകൂടെ മനുഷ്യ സ്നേഹ അറ്റുപോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകി വരുന്ന 4 സ്നേഹങ്ങൾ, അതിനെക്കുറിച്ച് ആഴമേറിയ അവബോധം നമുക്കുണ്ടാവണം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുർബാനയിലൂടെ ഒഴുകി വരുന്ന ഒരിക്കലും അവസാനിക്കാത്ത 4 സ്നേഹങ്ങളെക്കുറിച്ചാണ്. നമ്മളൊക്കെയും കുർബാന കാണാൻ പോകുന്നു എന്നാണ് പലപ്പോഴും പറയുക. പക്ഷേ ഇനി ആരും കുർബാന കാണാൻ വരുന്നവരായിട്ട് തീരരുത്. പിന്നെ എന്തിനാണ് നമുക്ക് പോകേണ്ടത്? കുർബാന സ്വീകരിക്കാനായിട്ട് നമ്മൾ പോകണം. എന്താണ് ഈ കുർബാനയിലൂടെ ഒഴുകി വരുന്നത്? അത് 4 സ്നേഹങ്ങളാണ്.
ദൈവം നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന 4 സ്നേഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി 2:9 ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് പറയും. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളുടെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. ഇതിൽ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞപ്പോൾ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നായിരുന്നു അവർ ഭക്ഷിക്കേണ്ടിയിരുന്നത്. പക്ഷേ പിശാചിൻ്റെ പ്രലോഭനത്താൽ നമ്മുടെ ആദ്യ മാതാവായ ഹവ്വ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മളും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം. ജീവൻ്റെ വൃക്ഷമായ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഭക്ഷിക്കേണ്ടതിന് പകരം, ആ വൃക്ഷത്തിൽ നിന്ന് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതിന് പകരം, നമ്മൾ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മുടെ മക്കളെയും നമ്മളെയും വളർത്താൻ, അതാണ് നമുക്ക് ദൈവത്തെ പോലെ ആകാൻ സഹായിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഐശ്വര്യം നേടിത്തരുന്നത് ഈ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നാണെന്ന് ചിന്തിച്ചുകൊണ്ട് വ്യർത്ഥമായിട്ട് നമ്മൾ അന്ന് നമ്മുടെ ആദ്യ മാതാവായ ഹവ്വായെപ്പോലെ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതെ നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ വായിക്കും, ഏദൻ തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു, അവിടെ വെച്ചത് 4 കൈവഴികളായിട്ട് തിരിഞ്ഞുവെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ക്രൈസ്തവ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം അത് ഏറ്റവും മനോഹരമായിട്ട് തീരണമെങ്കിൽ ഇതാ ഏദനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, മദ്ബഹായിൽ നിന്ന് ഒഴുകി വരുന്ന സ്നേഹനദി നമ്മുടെ ഹൃദയത്തിലേക്ക് 4 കൈവഴികളായിട്ട് കടന്നു വരുന്നത് ആസ്വദിച്ച് അനുഭവിക്കുന്ന ജീവിതത്തിന് ഉടമകളായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതാണ് ഈ സ്നേഹം, ഏതാണ് ഈ സ്നേഹപ്രവാഹങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. വെളിപാട് പുസ്തകം നമുക്കറിയാം. ആത്മാവിൽ പ്രചോദിതനായി യോഹന്നാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച അനുഭവങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ, ആ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം കാണുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അൾത്താരയിൽ നിന്ന് ഒഴുകി വരുന്ന ജീവജലത്തിൻ്റെ നദി എനിക്ക് കാണിച്ചു തന്നു എന്ന് യോഹന്നാൻ നമ്മളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നിങ്ങൾ അണയുമ്പോൾ നിങ്ങളും കാണേണ്ടത് ഈ ജീവജലത്തിൻ്റെ നദിയെയാണ് കാണേണ്ടത്. ആ ജീവജലത്തിൽ നിന്ന് പ്രവഹിക്കുന്ന സ്നേഹപ്രവാഹം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുകൊണ്ടും നിറച്ചു കൊണ്ടുപോകാൻ കഴിയുന്നവരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. വീണ്ടും നമ്മൾ 22-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയും, നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ അതേ പ്രതീകം തന്നെ വെളിപാട് പുസ്തകത്തിൽ ജീവന്റെ വൃക്ഷമായി വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ആസ്വദിച്ച് അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അവിടെ തന്നെ 22-ാമത്തെ അധ്യായം വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യോഹന്നാൻ എഴുതി വെക്കും, ആത്മാവും മണവാട്ടിയും പറയുന്നു വരുക, കേൾക്കുന്നവൻ പറയട്ടെ വരുക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അതേ വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകുന്ന ഈ 4 സ്നേഹപ്രവാഹങ്ങൾ സൗജന്യമായി സ്വീകരിക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ് ഓരോ ക്രൈസ്തവനും എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. ഏതാണ് ഈ ഒഴുകി വരുന്ന 4 സ്നേഹങ്ങളെന്നോ
ഒന്നാമത്തെ സ്നേഹമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ കുർബാനയെ ആരംഭിക്കുന്നത് എന്ത് പ്രാർത്ഥനയോടെ, അല്ലെ എന്ത് കർമ്മത്തോടു കൂടിയാണ്? ഞാൻ പല വേദികളിലും ചോദിച്ചിട്ടുണ്ട്. പലരും ചാടിപ്പറയും അന്നാ പെസഹ അല്ലെങ്കിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. പക്ഷേ നമ്മുടെ കുർബാനയെ ആരംഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊരു പ്രദക്ഷിണത്തോടു കൂടിയാണ്. മദ്ബഹായിൽ നിന്ന് കാർമ്മികൻ തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഒരുങ്ങി ബേമായിലേക്ക് വിരി തുറന്ന് കടന്നു വരുന്ന ഒരു പ്രദക്ഷിണത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാനയെ ആരംഭിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? അത് യോഹന്നാൻ്റെ സുവിശേഷം 3:16 ആവിഷ്കാരമാണ്. ഓരോ കുർബാനയും പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമുക്കായിട്ട് നൽകുന്നതാണ്. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സമ്മാനമാണ്. പല ക്ലാസ്സുകളിലും ഞാൻ ചോദിക്കാറുണ്ട്, കുർബാന ആരുടെ സമ്മാനമാണ്? പലരും ചേടി പറയും ഈശോയുടേതാണ്. പക്ഷേ കുർബാനയെക്കുറിച്ച് ഈശോ എടുത്ത ക്ലാസ് നിങ്ങളുടെ കൈകളിലുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം ഈശോ കുർബാനയെക്കുറിച്ച് എടുത്ത ക്ലാസ്സാണ്. ആ ക്ലാസ് എവിടെ വെച്ചാണ് എടുത്തതെന്നും അത് ഏറ്റവും ഭംഗിയായിട്ട് അതിൽ പങ്കെടുത്ത യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 6:59 നമ്മൾ വായിക്കും, കബർനാഗോമിലെ സിനഗോഗിൽ വെച്ചാണ് അവനിത് പറഞ്ഞത് എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറേ പേരെങ്കിലും ഹോളി ലാൻഡിൽ വിശുദ്ധ നാടിൽ പോയിട്ടുള്ളവരായിരിക്കാം. ഇന്നത്തെ കബർനാഹൂമിൻ്റെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് ഇന്നും കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വിശുദ്ധ കുർബാന എന്ന മഹാസത്യത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്തിലേക്ക് പഠിപ്പിച്ച നിമിഷങ്ങളിൽ അതിൻ്റെ ശ്രോതാക്കളുടെ പ്രതികരണം എന്തെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. വിശുദ്ധ കുർബാന എന്തെന്ന് കർത്താവ് പറയും: ഇതെൻ്റെ പിതാവ് തന്നതാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ജീവൻ്റെ അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണം, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമെന്ന് അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ ശ്രോതാക്കൾ അവനെതിരെ പിറുപിറുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുക. ഇന്നും നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ പിറുപിറുപ്പ്, നമ്മുടെ സഭയിൽ അനൈക്യത്തിൻ്റെ കാരണമായി നിൽക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. അന്ന് മുതൽ തന്നെ ഇങ്ങനെ പിശാചിൻ്റെ അള്ളിപ്പിടുത്തത്തിൽ നമ്മളിൽ പലരും വീണുപോകുന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ കർത്താവ് ഒരു കോംപ്രമൈസും കുർബാനയിൽ ചെയ്യാൻ പോയില്ല. അവർ പലരും, യോഹന്നാൻ എഴുതി വച്ചിരിക്കുകയാണ്, ഈ വചനം കഠിനമാണ്, ആർക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ പലരും അവനെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല എന്ന് കർത്താവ് അവിടെ യോഹന്നാൻ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അന്നേരം കർത്താവ് പറയും, വിശുദ്ധ കുർബാന മനസ്സിലാക്കണമെങ്കിൽ, ഇത് ഗ്രഹിക്കണമെങ്കിൽ പിതാവിൽ നിന്ന് വരം കിട്ടണം. 3 പ്രാവശ്യം 45-ാമത്തെ വാക്യത്തിലും 64-ാമത്തെ വാക്യത്തിലും പിതാവിൽ നിന്ന് വരം കിട്ടുന്നവർക്ക് മാത്രമേ വിശുദ്ധ കുർബാന ഗ്രഹിക്കാൻ കഴിയൂ എന്ന് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞാൻ സംബോധന ചെയ്തത് പിതാവിൽ നിന്ന് വരം ലഭിച്ചവർ എന്ന്. ആ വരം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും കുർബാനയിന്നും അനുഭവേദ്യമാകുന്നില്ല എങ്കിൽ ഈ അമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട്, അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിലിരുന്നു കൊണ്ട് അമ്മയെ അനുഭവിച്ച ആ കുർബാനി അനുഭവം അമ്മയെ മക്കളായ ഞങ്ങൾക്കും തരണമേ എന്ന് ഈ തിരുനാൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരായി തീരാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെ നമ്മളിലേക്ക് ഒഴുകി വരുമ്പോൾ അത് തിരിച്ചറിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ തീരേണ്ടതുണ്ട്. അന്നെല്ലാവരും ഉപേക്ഷിച്ചു പോയപ്പോൾ കർത്താവ് തിരിഞ്ഞ് അവിടെ കുത്തിയിരുന്ന 12 പേരോടുമായിട്ട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് ശ്ലീഹ പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലാണുള്ളത്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകി വരുന്ന നിത്യജീവൻ്റെ ആ വചനവും
നിത്യജീവൻ്റെ ജലവും സ്നേഹപ്രവാഹങ്ങൾ വാക്കുകളിലൂടെ കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മളിലേക്ക് ഒഴുകി വരുന്നത് തിരിച്ചറിയുവാൻ, അറിയുവാൻ, സ്വീകരിക്കുവാൻ, അവയോട് ഏകീഭവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കാം. നമ്മൾ പള്ളിയിലൊക്കെ വരും, പക്ഷേ പിതാവിൻ്റെ സ്നേഹം പലപ്പോഴും ഗ്രഹിക്കാൻ കഴിയാതെ നമ്മളിൽ പലരും ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന ചില ദുരവസ്ഥകൾ കൂടെ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളീ പലരും പള്ളി വരുന്നവരാണ്, ഇല്ലേ? ഞായറാഴ്ചകളിലെങ്കിലും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല കേട്ടോ. പള്ളിയിൽ പോയി എന്ന് വെച്ചാൽ അപ്പൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത്, പക്ഷേ അപ്പൻ്റെ മനസ്സുൾക്കൊള്ളാതെ, അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയാതെ ജീവിച്ചാൽ വന്നു ഭവിക്കുന്ന 10 ദുരവസ്ഥകൾ നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ചേട്ടൻ്റെ ചിത്രമെടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ധൂർത്തപുത്രൻ്റെ ചേട്ടൻ പിതാവിനെ ഒരിക്കലും ഉപേക്ഷിച്ച് പോയിരുന്നില്ല. അപ്പൻ്റെ കൂടെ ജീവിച്ചു. ഇളയ ചെറുക്കനാണ് പോയത്. അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. പക്ഷേ അവൻ തിരിച്ചു വന്നപ്പോഴും വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മകനെ, മൂത്ത മകനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ന് പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരെന്ന് അഭിമാനിച്ച് നടക്കുന്ന നമ്മിൽ പലരും, ദൈവത്തിൻ്റെ മൂത്ത മക്കളുടെ സ്ഥാനത്ത് നിൽക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച നമ്മിൽ പലരും ഇന്നും ഈ മൂത്തപുത്രൻ്റെ മനോഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയാകട്ടെ. ഞാൻ അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങളിലാണ് മൂത്ത മകനെക്കുറിച്ച് പറയുക. 25-ാമത്തെ വാക്യം ഇത് പ്രകാരമാണ്: അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. വീട്ടിലെ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ചെറുക്കൻ അവന് അതിലൊന്നും ശ്രദ്ധയില്ലാതെ അവൻ്റേതായ പദ്ധതിയുമായിട്ട് അവൻ പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും സംഭവിക്കുന്നത് ഇതാ. അപ്പനോടൊപ്പം ആനന്ദിച്ച് ആഹ്ലാദിക്കേണ്ടതിന് പകരം നമ്മളിങ്ങനെ തെരുവിലൂടെയും അതിലൂടെയും ചന്തസ്ഥലങ്ങളിലൂടെയും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പോട്ടെ, അവൻ തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വലിയ ആഹ്ലാദത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഈ മൂത്ത മകൻ ചെയ്യുന്നത് എന്താണ്? അവന് വേലക്കാരനെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെ വിളിച്ചാൽ കാര്യം അന്വേഷിക്കുക? വേലക്കാരെ വിളിച്ചായിരിക്കുമോ കാര്യം അന്വേഷിക്കുക? എന്തുകൊണ്ടാണ് ഇവൻ ഈ വേലക്കാരനെ വിളിച്ച്? അതിൻ്റെ അർത്ഥം മകൻ്റെ സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ഹതഭാഗ്യരായി ഭൂമിയിലൂടെ ലഭിച്ച ദിവസങ്ങൾ, ആയുസ്സിൻ്റെ ദൈർഘ്യം പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ലേശപൂർണ്ണമാക്കി മാറ്റുകയാണ് പലരും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നത് ആരാ? അപ്പനാണോ, അമ്മയാണോ, മക്കളാണോ? പലപ്പോഴും ജീവിതം ആസ്വദിക്കുന്നത് മക്കളാണ്. കാരണം ഇന്ന് വൈകിട്ട് എന്നെ ഉണ്ടാക്കണമെന്ന് മക്കൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അപ്പനും അമ്മയും നോക്കും. മക്കളാണ് ജീവിതം ആസ്വദിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിലൂടെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളായിട്ട് നടക്കണമെന്നാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നത്. ആ മകൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായിട്ട് നമ്മൾ പലപ്പോഴും മാറും. യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അപ്പൻ്റെ മനസ്സുൾക്കൊള്ളാതെ നമ്മൾ നടന്നാൽ മൂത്ത പുത്രനെ പോലെ മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് ഒന്നാമത്തെ ദുരവസ്ഥ എന്ന് പറയുന്നത് മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ലായ്മയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം നോക്കണം. ഈ പ്രപഞ്ചത്തിൻ്റെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയും, നീ എല്ലാത്തിനെയും കീഴടക്കി ഭരിക്കുക, എല്ലാത്തിൻ്റെ മേലും നിനക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചിന്തിച്ച് നോക്കണം, ഇന്ന് നിങ്ങളെ ഭരിക്കുന്നത് എന്താണ്? ഞാൻ കണ്ടിട്ടുണ്ട് ചില മനുഷ്യരെ കരികില ഭരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയൽവക്കക്കാരുടെ വീട്ടിലെ മരത്തിൽ നിന്ന് തങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വീണ
കരിയില മൂലം അയൽവക്കക്കാരുമായി വഴക്കുണ്ടാക്കി ജീവിക്കുന്ന ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവരെ ഭരിക്കുന്നത് എന്താണ്? ആ കരിയിലയല്ലേ അവരെ ഭരിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കി ഭരിക്കാനായിട്ട് വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളുടെ സ്വാതന്ത്ര്യം നിസാരമായ പ്രപഞ്ച വസ്തുക്കൾക്ക് മുമ്പിൽ അടിയറ വെച്ച് ജീവിക്കുന്ന ജീവിതങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഈ ഭൂമിയെ കീഴടക്കി ഭരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളും മകളുമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് കുർബാനയിലൂടെ ഒഴുകി വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ സ്നേഹം ഉൾക്കൊള്ളാതെ ഈ മൂത്ത മകനെ പോലെ പുറത്തു നിന്നാൽ വന്നു ഭവിക്കുന്ന രണ്ടാമത്തെ ദുരവസ്ഥ എന്താണെന്നറിയാമോ? ഈ ചെറുക്കൻ ഈ വേലക്കാരനോട് ചോദിച്ചു, എന്താ വീട്ടിലെ? വേലക്കാരൻ പറഞ്ഞു, നിന്റെ അനുജൻ തിരിച്ചു വന്നിരിക്കുന്നു. ആകപ്പാടെ ഒരു സഹോദരനേ ഉള്ളൂ. അവൻ തിരിച്ചു വന്നപ്പോൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടേണ്ട ഈ മൂത്ത ജ്യേഷ്ഠൻ, അവന് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്, അവൻ വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു, അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവനുണ്ടാകുന്നത് സന്തോഷമാണോ? അവന് ആ വാർത്ത അവനെ ഒന്നും കൂടെ കോപാകുലനാക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ദുരവസ്ഥ. നല്ല വാർത്ത കേട്ടാൽ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനും നിങ്ങളും അധപതിക്കും. കുർബാനയിലൂടെ ഒഴുകി വരുന്ന സ്നേഹത്തിന് നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം പറയും. അപ്രകാരം തുറന്നു കൊടുക്കാതെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരായിട്ട് തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നല്ല വാർത്തയിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായി ഞാനും നിങ്ങളും മാറുന്നത് തിരിച്ചറിയണം. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, 28-ാമത്തെ വാക്യത്തിൽ, അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. കോപം അതാണ്. ഇന്ന് നമ്മളിൽ പലരുടെയും പെട്ടെന്ന് കോപിക്കുന്നവരായിട്ട് നമ്മളൊക്കെ മാറുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നറിയാമോ? വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകി വരുന്ന ഈ സ്നേഹപ്രവാഹത്തിലേക്ക് ജീവിതങ്ങളെ എടുത്തു വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് കോപിക്കുന്നവരായിട്ട് തീരുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്കിടയാകട്ടെ. വീണ്ടും അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവൻ അകത്തു കയറാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിയാക്ഷൻസ് കാണിച്ചു കൊണ്ടിരിക്കും. ഈ സ്നേഹപ്രവാഹം അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തവരൊക്കെ നെഗറ്റീവ് റിയാക്ഷൻസ് എപ്പോഴും കാണിച്ചു. അതാണ് നാലാമത്തെ ദുരവസ്ഥ. അപ്പോഴെന്താ ചെയ്യുന്നത് നോക്കണം. എന്നാൽ അവൻ്റെ പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു. 28-ാമത്തെ വാക്യത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ പിതാവ് തന്നെ പുറത്തു വന്നിട്ട് സ്വാന്തനങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കുർബാനയിലൂടെ നൽകുന്ന ജീവദായകമായ വചനമുണ്ടല്ലോ, ആ വചനത്തിൻ്റെ മാധുര്യം ഗ്രഹിക്കാൻ കഴിയാതെ ആ വചനം കേട്ടാലും പ്രസംഗങ്ങളൊക്കെ കേൾക്കും, പക്ഷേ ഈ വചനത്തിൻ്റെ പൊരുളുള്ളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ജീവിതത്തെ ചൈതന്യമുള്ളതാക്കി തീർക്കാൻ കഴിയാതെ ഈ മൂത്ത പുത്രനെ പോലെ നമ്മൾ പുറത്ത് നിൽക്കുന്നവരായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ സ്നേഹം, അപ്പൻ തനിക്കുള്ളത് മുഴുവൻ തൻ്റെ വചനത്തിലൂടെ മിശിഹായെ നമുക്ക് തന്നുകൊണ്ട് തരുമ്പോഴും ഈ വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ ഹതഭാഗ്യരായിട്ട് നിൽക്കും. ഇവിടെ ഞാൻ 73-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ വരച്ചു വെക്കുന്ന ഒരു ചിത്രം കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടെ സങ്കീർത്തകൻ പറയും, എൻ്റെ ശരീരവും ആത്മാവും തളർന്നാലും ശരി, ഞാൻ ആനന്ദിക്കുന്നു, കാരണം ദൈവം എൻ്റേതായിരിക്കുന്നു. അതെ, ദൈവം നമ്മുടേതായിട്ട് മാറുന്ന നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയുടേതെങ്കിൽ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദമെന്ന് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. ഓരോ കുർബാനയിലും ആസ്വദിച്ച് അനുഭവിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ദൈവത്തിൻ്റെ മക്കളെ, ഇനിയും പുറത്തു നിൽക്കുന്ന ഈ ചേട്ടൻ്റെ പ്രതിരൂപങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീണ്ടും അവൻ പറയുകയാണ്, എന്നാൽ ഞാൻ പിതാവ് പറഞ്ഞു, അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. 29-ാമത്തെ വാക്യം, എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മൂത്ത മകനാണ്. യഹൂദരുടെ മൂത്ത മക്കൾക്ക് അപ്പൻ്റെ മറ്റു മക്കളെക്കാളൊക്കെ ഇരട്ടി സ്ഥാനം, അപ്പൻ്റെ തന്നെ സ്ഥാനമുള്ളതാണ്. അവനാണ് പറയുക ദാസ്യവേല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കവിടെ വേലക്കാരനെ പോലെ
ചില സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛാ 10-40 വർഷമായി ഇപ്പം കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇന്നും ഒരു വേലക്കാരിയെ പോലെ ഞാനിങ്ങനെ അലയുകയാണ്. ഇങ്ങനെ ഒരു വേലക്കാരൻ്റെ മനോഭാവത്തോടുകൂടെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ കൂടുതൽ ഭാരം അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകട്ടെ. മൂത്ത മകൻ്റെ 6ാമത്തെ ദുരവസ്ഥയാണ് മകനായിട്ടും വേലക്കാരൻ്റെ മനോഭാവത്തോടെ ജീവിക്കുക എന്നത്. വീണ്ടും അവൻ പറയുകയാണ്, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ന്യായീകരണവും നീതീകരണവും നടത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും ഏത് ധ്യാനം കൂടിയാലും ഏത് കൗൺസിലിന് പോയാലും ഒക്കെ വീണ്ടും നമ്മളിങ്ങനെ ന്യായീകരണവും നീതീകരണവും നടത്തിക്കൊണ്ട് അധപതിച്ച അവസ്ഥയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഭവനത്തിന് പുറത്തു തന്നെ നിൽക്കുന്ന ഈ ചേട്ടനെ പോലെ നമ്മൾ നിൽക്കുന്നവരായിട്ട് തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അവൻ പറയുന്നത് നോക്കണം, എനിക്കൊരാട്ടിൻകുട്ടിയെപ്പോലും നീ തന്നില്ല. അപ്പം വന്ന് പറയും, മകനെ എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നെ. വിശുദ്ധ കുർബാനയിലൂടെ പിതാവായ ദൈവം പുത്രനായ മിശിഹായെ നമുക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തരാതെ പിതാവ് മാറ്റിവെച്ചിരിക്കുക? പക്ഷേ ഈ തന്നതിൻ്റെ വില മനസ്സിലാക്കാതെ തരാത്തതിനെ കുറിച്ച് പരിതപിച്ചു കഴിയുന്ന ജീവിതങ്ങൾക്ക് ഉടമകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ പരാതിയും വാസ്തവത്തിൽ ലഭിച്ചതിൽ സന്തോഷിക്കാൻ കഴിയാതെ ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. വീണ്ടും അവൻ പറയും, ഇളയ മകനെക്കുറിച്ച് മൂത്ത ഏട്ടൻ പറയുകയാണ്, എന്നാൽ വേശ്യകളോടുകൂടെ കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ. വേശ്യയോടുകൂടെ എന്നത് ഇവൻ്റെ കണ്ടുപിടുത്തമാണ്. കർത്താവ് ആദ്യം പറഞ്ഞെടുത്ത് പോയി ദൂർത്തടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ മൂത്ത മകൻ ഉണ്ടാക്കി പറയാൻ എന്ന് വെച്ചാൽ 8ാമത്തെ ദുരവസ്ഥ 9ാമത്തെ ദുരവസ്ഥ എന്ന് പറയുന്നത് ഇല്ലാത്തതുണ്ടാക്കി പറയും. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മനസ്സാക്ഷിക്കടിയും കൂടാതെ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന, കുർബാനയ്ക്ക് വരികയും ചെയ്യും പക്ഷേ പരദൂഷണം പറഞ്ഞ് നടക്കുകയും ചെയ്യും. അതാണ് ആ ദുരവസ്ഥ. ഇല്ലാത്തതുണ്ടാക്കി പറയും. അവസാനമായിട്ട് അവൻ പറയുകയാണ്, നിൻ്റെ ഈ മകൻ വന്നപ്പോൾ എന്ന് വെച്ചാൽ ആരും സ്വന്തമല്ല, തനിക്കാരും സ്വന്തമില്ല, അന്യതാബോധം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, മനുഷ്യ ജീവിതത്തെ ധന്യമാക്കുന്നത് ബന്ധങ്ങളാണ്. ഈ മൂത്ത മകന് അപ്പൻ്റെ സ്നേഹവും അനുജൻ്റെ സ്നേഹവും ഒഴുകി വരുന്നത് അവൻ അനുഭവിക്കാൻ കഴിയാതെ അവൻ പടിക്ക് പുറത്ത് നിൽക്കുകയാണ്. ഇന്ന് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഒഴുകി വരുന്ന പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സഭയാകുന്ന അമ്മയുടെ സ്നേഹവും കൊണ്ട് ജീവിതത്തെ മധുരവൽക്കരിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഈ സ്നേഹത്തിനൊക്കെ പുറംതിരിഞ്ഞുകൊണ്ട് ഈ മൂത്ത മകനെ പോലെ പുറത്തു നിൽക്കുന്നവരാണ് എന്ന് ആത്മശോധന ചെയ്യാൻ നമുക്ക് ഇടയാവട്ടെ. അപ്പോൾ 1ാമത്തെ സ്നേഹം പിതാവിൻ്റെ സ്നേഹമാണ്. ഈ പിതാവിൻ്റെ സ്നേഹം നമുക്കൊരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് ഇളയ പുത്രൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാര്യം അവന് അപ്പനിൽ നിന്ന് അകന്നുപോയി. അപ്പനിൽ നിന്ന് അകന്നു പോയപ്പോൾ അവന് നഷ്ടപ്പെട്ടു, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവൻ്റെ പണം നഷ്ടപ്പെട്ടു, അവൻ്റെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. അവസാനം അവ പന്നിക്കൂട്ടിൽ ചെന്ന് കിടക്കുന്നു. പന്നിക്ക് കൊടുക്കുന്ന തവിട് കിട്ടിയപ്പോഴും അവന് ഒരു തരത്തിലുള്ള സംതൃപ്തിയിൽ അവൻ കഴിഞ്ഞു. പക്ഷേ ആ തവിട് പോലും കിട്ടാതെ വന്നപ്പോൾ ആ ചെറുക്കൻ കയറി വരുന്നത് പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ പോലും നിങ്ങളെ വെറുത്താലും ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരപ്പൻ നമുക്കുണ്ട് എന്ന് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവവേദ്യമാക്കി തരികയാണ്. 2ാമത്തെ സ്നേഹം കുർബാനയിലൂടെ ഒഴുകി വരുന്നത് ഈശോയുടെ സ്നേഹമാണ്. എന്താണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ ഈശോ. ഉള്ളിൽ വസിച്ചുകൊണ്ട് വേറെ ആർക്കും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് എന്തിനാ ഈശോ ഒരു അപ്പമായിട്ട് തീർന്നത്, വിശുദ്ധ കുർബാനയായിട്ട് തീർന്നത് എന്തിനാ? മനുഷ്യാവതാരം ചെയ്ത ഈശോ പിന്നീട് അപ്പത്തിൻ്റെ രൂപമെടുക്കാൻ കാരണം എന്താണ്? വാസ്തവത്തിൽ അപ്പത്തിൻ്റെ രൂപമെടുത്തത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്ന് വസിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇതിന് ഉത്തരം കണ്ടെത്തണം. ഈശോയെയും നിങ്ങളെയും തമ്മിൽ വേർപെടുത്താൻ ഈ ലോകത്തിൽ ഒരേ ആൾക്കേ പറ്റുള്ളൂ. ഒരേ ഒരാൾക്ക് ഈശോയെയും നമ്മളെയും തമ്മിൽ. ആരാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രദ്ധിക്കുക. ഞാൻ പല ക്ലാസ്സിലും ചോദിക്കുമ്പോൾ എല്ലാവരും ചാടിപ്പറയും പിശാചാണ് എന്നാണ് പറയുക. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഈശോയുടെ പേര് കേട്ടാൽ പിശാച് ഓടുന്നതാണ്. അതുകൊണ്ട് പിശാചിനല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോയെ തള്ളിക്കളയാൻ പറ്റുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോയെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരേ ഒരാൾ, അത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഈശോയെ നമ്മുടെ ഉള്ളിൽ നിന്ന് തള്ളിക്കളയുക. വേറെ ആർക്കും. കാരണം എന്താണ്? ഈശോ എൻ്റെ തലയിലാണ് വസിക്കുന്നതെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഈശോയെ എന്നിൽ നിന്ന് അകറ്റാം. പക്ഷേ ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്ക് മാത്രമേ അവനെ തള്ളിക്കളയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് പോലെ, ആർക്കെന്നെ മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റും? ആപത്തിനോ പട്ടിണിക്കോ വാളിനോ നഗ്നതയ്ക്കോ ഒന്നിനും എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടുകൂടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മിശിഹായിൽ നിന്ന് ഈ ലോകത്തിലെ ഒന്നിനും അവനെ അകറ്റാൻ പറ്റില്ല. കൂടി വന്നാൽ നമുക്കൊക്കെ സംഭവിക്കാവുന്നത് മരണമാണ്. പക്ഷേ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമുക്ക് പങ്കുവെച്ച് തരുന്നത് നിത്യജീവനാണ്, മരണത്തിനപ്പുറത്തുള്ള ജീവിതമാണ്. അതുകൊണ്ട് മരണം കാട്ടി ഒരു ക്രൈസ്തവനെ ഭയപ്പെടുത്താനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ജീവിക്കുന്ന ഒരു ക്രൈസ്തവനെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. കാരണം കുർബാനയിലൂടെ ഒഴുകി വരുന്ന 4 ഫലങ്ങളിൽ ഒന്ന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയാണ്. മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശ കിട്ടുന്നവന് ആർക്കവനെ ഭയപ്പെടുത്താൻ പറ്റും? കൂടി വന്നാൽ മരിക്കും, പക്ഷേ മരണം അവനെ സംബന്ധിച്ചിടത്തോളം കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അനുഭൂതി വിശേഷത്തിലേക്കുള്ള കടന്നുപോകലാണ്. അതുകൊണ്ടാണ് ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ അപ്പസ്തോലന്മാർ പറഞ്ഞത്, ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടതകൾ എത്ര നിസ്സാരമെന്ന് പത്രോസൊക്കെ വിളിച്ചു പറയുന്നത് പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകി വരുന്ന രണ്ടാമത്തെ സ്നേഹമായ പുത്രൻ്റെ സ്നേഹം അതാവോളം ആസ്വദിച്ച് അവനുമായിട്ടൊന്നായി തീരുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. മൂന്നാമത്തെ സ്നേഹമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ആസ്വദിച്ച് അനുഭവിക്കാനായിട്ട് പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ഒരു പ്രാണസഖിയെപ്പോലെ നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, അത് മനസ്സിലാക്കണമെങ്കിൽ 1 കൊറിന്തോസ് 6:19 വായിച്ചു നോക്കണം. അവിടെ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കും, നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല, നിങ്ങളുടെ ശരീരം വില കൊടുത്തു, അത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. നമ്മളൊക്കെ നമ്മുടെ ശരീരത്തെ നമ്മുടേതാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിലൂടെ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യ 5:22 പറയും, സ്നേഹം, ആനന്ദം, സമാധാനം തുടങ്ങിയവ. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആസ്വദിച്ച് അനുഭവിക്കാൻ പറ്റും. നമ്മളെ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് അത് അനുഭവിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുർബാനയിലൂടെ ഒഴുകി വരുന്ന മൂന്നാമത്തെ സ്നേഹമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമാണ്. ഇനി നാലാമത്തെ സ്നേഹമെന്ന് പറയുന്നത് സഭയാകുന്ന അമ്മയുടെ സ്നേഹമാണ്. ഈ അമ്മയുടെ സ്നേഹം പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ എങ്ങനെയാണ് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുക? നല്ല ഭക്ഷണം വെച്ച് തന്നുകൊണ്ടല്ലേ. ഇതാ സഭയാകുന്ന അമ്മ തൻ്റെ മക്കളെ അൾത്താരയ്ക്ക് മുന്നിലേക്ക് വിളിച്ചിട്ട് ജീവന്റെ വചനങ്ങളെ, ദൈവവചനമാകുന്ന ഭക്ഷണവും ഈശോയുടെ ശരീരരക്തമാകുന്ന ഭക്ഷണവും നമുക്ക് തന്നുകൊണ്ട് സ്വർഗത്തിലെ പൗരന്മാരായിട്ട് നമ്മളെ ആനയിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയാകുന്ന അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴം കുറെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന നിങ്ങളുടെ വീട് എത്ര ഉറപ്പുള്ളതാണെങ്കിലും എത്ര ഭംഗിയുള്ളതാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വെടിഞ്ഞാൽ ആ വീട്ടിൽ നിങ്ങളുടെ ശരീരം എത്ര മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കും? മക്കൾ എത്ര സ്നേഹിക്കുന്നവരാന്ന് പറഞ്ഞാലും ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ശരീരം കൊണ്ട് ആവശ്യമില്ല.
അപ്പോഴും നമ്മളെ ഏറ്റവും മനോഹരമായി അണിയിച്ചൊരുക്കിക്കൊണ്ടുവരുന്നത് സഭയാകുന്ന, ഇടവകയാകുന്ന അമ്മയാണെന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് കർത്താവിന് രണ്ടാമത്തെ വരവ് വരെ നമ്മൾ കടക്കുന്നത് ഈശോയുടെ ശരീരം കുരിശിൽ നിറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയെന്ന് നമ്മൾ വായിക്കുന്നത് പോലെ രണ്ടാമത്തെ വരവ് വരെ എൻ്റെയും നിങ്ങളുടെയും ജീവനറ്റ ശരീരത്തെ സഭയുടെ മടിത്തട്ടായ സെമിത്തേരിയിലാണ് സൂക്ഷിക്കപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് സഭയുടെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, കുർബാനയിലൂടെ ഒഴുകി വരുന്ന 4 സ്നേഹങ്ങൾ, ആ സ്നേഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അല്ലാതെ കുർബാന കാണാൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും കേട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. ഈ സ്നേഹം സ്വീകരിക്കാൻ, എൻ്റെ അടുത്ത ചോദ്യം, ഈ സ്നേഹം കൊണ്ടുപോകാൻ നിങ്ങൾ കൊണ്ടുവരുന്ന പാത്രം എന്താണ് നിങ്ങൾ കൊണ്ടുവരുന്ന പാത്രം? എന്തു പാത്രമാണ് ഇത് ഒരിട്ടും ചോർന്നു പോകാതെ കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ? ഇന്ന് നമ്മളിൽ പലരും വരുന്നത് നമ്മളെയും കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണ്. അത് വിശദമായിട്ട് പറയാൻ എനിക്ക് സമയമില്ല, 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം കാണിച്ചു തന്നേനെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കൊള്ളൂ. നമ്മളിൽ പലരുടെയും ഹൃദയത്തിൽ നാം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളെ കൊണ്ട് നിറച്ച ഒരു ഹൃദയവുമായിട്ട് പള്ളിയിൽ വന്നാൽ എന്തു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും? അതുകൊണ്ട് കുർബാനയിലെ പ്രാർത്ഥനകളുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴുകി ശുദ്ധമാക്കപ്പെട്ട ഒരു ഹൃദയം നമുക്ക് ആവശ്യമുണ്ട്. ഒരു പൂർണ്ണ ഹൃദയവുമായിട്ട് വേണം ദേവാലയത്തിൽ വരാൻ. എന്താണ് പൂർണ്ണ ഹൃദയം? പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത് ഈശോയെ കൊണ്ട് നിറച്ച ഹൃദയമാണ്. ഈശോയെ കൊണ്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ നിറയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് പരിധിയില്ല. അവിടെ എല്ലാം ഉൾക്കൊള്ളാൻ, ചട്ടനെയും പൊട്ടനെയും വട്ടനെയും, എന്നെ തെറി പറയുന്നവനെയും എന്നെ ശാപിക്കുന്നവനെയും ഉൾക്കൊള്ളുവാൻ, അവനെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിന് വലിപ്പമുണ്ടായിട്ട് തീരും. അങ്ങനെയുള്ളൊരു ഹൃദയവുമായിട്ട് വേണം പ്രിയപ്പെട്ടവരെ ബലിയർപ്പിക്കാൻ വരാൻ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-23 വാക്യത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നീ മനസ്സിലാക്കിയാൽ ബലിവസ്തുക്കൾ അവിടെ വെച്ചതിന് ശേഷം പോയി രമ്യപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കണം. ദൈവം ഒഴുക്കിത്തരുന്ന സ്നേഹം കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതുപോലെയുള്ളൊരു ഹൃദയവുമായിട്ട് വേണം വരാൻ. അതിന് പകരം സ്വാർത്ഥതയുടെ, അസൂയയുടെ, ജഡികതയുടെ ഒക്കെ നിറവും വെച്ചുകൊണ്ടുവരുന്ന ഹൃദയത്തിലേക്ക് എങ്ങനെ ദൈവസ്നേഹം കടന്നു വരും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ചെല്ലുന്നതിന് പകരം പിശാച് കടന്നു ചെന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27 വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. യൂദാസ് അപ്പം സ്വീകരിച്ചതോടെ സാത്താൻ പ്രവേശിച്ചു എന്നാണ് അവിടെ യോഹന്നാൻ എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പൂർണ്ണ ഹൃദയം വിശുദ്ധ ബലിക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ടത് പൂർണ്ണ ഹൃദയവും വിനീത മനസ്സുമാണ്. അല്ലെങ്കിൽ കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയവും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയും. നമ്മൾ മധുബഹായിലേക്ക് കാർമികൻ ആഘോഷമായിട്ട് പ്രവേശിക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥനയാണ് കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയവും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയും. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഈ പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ, വിനീത മനസ്സെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജ്ഞാനത്താൽ ജ്വലിച്ച മനസ്സ്, എവിടെയും നന്മ കാണുന്ന മനസ്സ്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുന്ന മനസ്സ്, അങ്ങനെയുള്ള ഒരു മനസ്സോടുകൂടെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ബലിക്ക് വന്ന് ബലിയിൽ നിന്ന് പ്രവഹിക്കുന്ന ഈ 4 സ്നേഹം, പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, സഭയാകുന്ന അമ്മയുടെ സ്നേഹം, അത് സ്വീകരിച്ച് ജീവിതത്തെ ധന്യമാക്കി ജീവിതത്തെ കുറെ കൂടെ മധുരവൽക്കരിക്കുവാനുള്ള എല്ലാവിധ കൃപയും പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ആചരിക്കുന്ന ഈ ദിനങ്ങളിൽ ഈ പ്രദേശത്തുകൂടെ, ഈ ദേവാലയത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നതിന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം.